അപ്പൊ മണ്ഡലകാലം തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാംസിന്റെ തുടക്കം. ഈ സമയത്ത് ആ വെളുപ്പാങ്കാലത്തൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴേച്ച് ആ മഞ്ഞും കൊണ്ട് വരുന്ന അയ്യപ്പന്മാരെയും കണ്ട് ഈ 41 വിളക്കിനുള്ളൊരു പരിപാടിയുണ്ട്. അവിടെ മുതൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തുടക്കമാണ്. ഭക്തിഗാന സുധ ഉണ്ടായിരുന്നു പണ്ട്, ഭജന. അതായത് ഈ അയ്യപ്പൻ ഈ ശബരിമല പോണ സമയത്ത് ആ വീട്ടിൽ ഭക്തിഗാന സുധ വയ്ക്കും. ഈ സമയത്ത് എൻ്റെ അപ്പൻ ഹാർമോണിസ്റ്റാണ്. അപ്പോൾ ഒരു ചെറിയ ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കൂടെ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ ഈ പപ്പ റബ്ബർ ടാപ്പിംഗ് ആയതുകൊണ്ട് ചില ദിവസം പപ്പയ്ക്ക് രാവിലെ വെട്ടാൻ പോണോട്ട് പോകാൻ പറ്റൂല. ആ സമയത്ത് ഹാർമോണിയം വായിക്കുന്നത് ഞാനായിരുന്നു. അപ്പൊ അതായത് ചെറുതായിട്ടൊക്കെ, വലിയ പ്രൊഫഷണൽ അല്ല, എന്നാലും അത്യാവശ്യം തട്ടിയും മുട്ടിയും ഗഞ്ചറ, തബല ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകൾ. അപ്പം അതിൻ്റെ കൂടെ പോയിരുന്നു ഹാർമോണിയം വായിച്ചു. ഭയങ്കര ഫീലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല ചൂട് പായസം പൂജിച്ച് ഇലയിൽ കൊണ്ടുതരും. അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട്. സത്യം, ഞാന് പിന്നെ ശബരിമല പോയിട്ടില്ല, പമ്പ വരെ പോയിട്ടുള്ളൂ. അപ്പോ പോയിട്ടുണ്ടോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ മല കയറിയിട്ടുണ്ട്. ഞാൻ ചെറുതില് ശബരിമലയിലെ അപ്പൻ്റെ കൂടെ പോയതാണ്. എനിക്കിപ്പോഴും എൻ്റെ ഭയങ്കര കോർ മെമ്മറി ആയിട്ട് നിൽക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് അയ്യപ്പനെ തന്നെയാണ്. കാരണം ചെറുതില് അയ്യപ്പൻ്റെ ദിവസത്തിൻ്റെ വർക്ക് അപ്പം ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേട്ട് വളർന്നിരിക്കുന്ന അയ്യപ്പൻ അന്നം തരുന്നതാണ്, അയ്യപ്പൻ അന്നം തരുന്നതാണെന്ന് കേട്ട് വളർന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു ഇനി പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മല ചവിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു എനിക്കത്. അങ്ങനെ കയറി അയ്യപ്പനെ ഇപ്പോഴും എനിക്ക് എൻ്റെ കൺമുന്നിലുള്ള പോലത്തെ ഫീൽ